ഹായ് അസ്സലാമു അലൈക്കും. നേഴ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ രാവിലെയൊക്കെ നമ്മൾ എണീച്ചിട്ട് ഇനി മോനെ മദ്രസയിലേക്ക് നമുക്ക് വിളിക്കാണ്ട്. അപ്പം ഞാൻ ഓനൊന്ന് വിളിച്ചിട്ട് വരാം. അങ്ങനെ ഓന് വിളിക്കാൻ പോവാണ് കേട്ടോ. ചിലപ്പം എണീക്കൂട്ടോ, ചിലപ്പോൾ ഇനി നമ്മൾ വിളിക്കേണ്ടി വരും വന്നിട്ട്. അങ്ങനെ മോനൊക്കെ അതാ വിളിച്ചു. അപ്പം വീണ്ടും കിടന്നുറങ്ങാം കേട്ടോ. ഓന് എണീക്കില്ല. ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഓന് അല്ലെങ്കിൽ മദ്രസക്ക് നേരം വൈകും. അങ്ങനെ മോനെ എണീറ്റു. ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കണം. സ്വന്തം ചെയ്യും കേട്ടോ, വലിയ കുട്ടിയിൽ. അപ്പം നമ്മൾ ബ്രഷൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. വന്ന് ചിഴുങ്ങനുണ്ട് കേട്ടോ, എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ അതേ മോൾ എണീറ്റിട്ടുണ്ട്. തിരിഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പം ലയിച്ചിട്ടപ്പം അവിടെ തന്നെ കിടന്നതാണ്. ഞോളൊന്ന് എണീപ്പിക്കണം. ചിലപ്പോൾ കരയും കേട്ടോ. രാവിലെ തന്നെ എണീക്കുമ്പോഴേ മിക്കവാറും ദിവസം അവൾ കരയലാണ്. അപ്പം മോന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യൂണിഫോം തന്നെ ഇടില്ല കേട്ടോ. ചില ദിവസം സ്കൂൾക്ക് പോകുമ്പോൾ ഒരുങ്ങാൻ നേരം ഉണ്ടാവില്ല അറിഞ്ഞാണ്ടേ ചിലപ്പോൾ യൂണിഫോം തന്നെ ഇട്ടാണ് പോകും. അപ്പം മോളിത് അവൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ പിടിച്ച അതേപോലെ മദ്രസക്ക് പോകാൻ ഇറങ്ങിയിട്ടോ മോന്. അവൻ പോയി. നമ്മുടെ പണിയൊക്കെ നമുക്ക് അങ്ങനെ എടുക്കണം. അവനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതേ മോള് വന്നിട്ടുണ്ട്. ഞോളൊന്ന് എടുക്കേണ്ടി വരും. രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു ചിണുങ്ങൽ. ഇന്ന് ചില ദിവസം ഭയങ്കര കരച്ചില്ല. അപ്പം അങ്ങനെ നമ്മൾ അവളെ അടുക്കളയിൽ കൊണ്ടിരുത്തിയിരുന്നു. അവളവിടെ ചായ കുടിച്ച് ഗ്ലാസ് കൊടുത്ത ഫുള്ളായിട്ടാണ് കമത്തി പോവുള്ളൂ. നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തെ ചൂട് എന്താണെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ ഓക്ക് കുറേ പണിക്കണം. അപ്പം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചിട്ടുണ്ട് കേട്ടോ. കുഴച്ച് ഓളൊരു കുഴക്കലും കൂടി ഉണ്ട്. തനുവിൻ്റെ ഒരു കുഴക്കലും കൂടി വന്നിട്ടുണ്ട്. ഒക്കെ കുറച്ച് പണി കൂടുതലാണ് നമ്മളെടുക്കുമ്പോൾ. ഇപ്പം കണ്ടില്ലേ, മാവ് ഫുള്ളെടുത്ത് മുഖത്തും മേത്തൊക്കെ തേക്കും. എന്തെങ്കിലുമൊക്കെ വിശേഷം സുഖമല്ലേ? ഞങ്ങളെ വിശേഷത്തൊക്കെ തന്നെയാണ്. ഇപ്പോൾ അവൾ ചൂലെടുത്ത് ഈ ചൂലും കൊണ്ട് അങ്ങനെ നടക്കും കുറച്ച് സമയം. ചിലപ്പോൾ എൻ്റെ പിന്നാലെ അങ്ങോട്ട് കൂടും ചെയ്യും. അങ്ങനെ ഓളെ കളികളൊക്കെ കേട്ടോ. അങ്ങനെ ഓള് കുറച്ചൊക്കെ അങ്ങനെ കളിച്ച് നടക്കും. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഒക്കെ ചുട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചായക്കൊക്കെ ഉണ്ടാക്കി. ഇനി ഓളപ്പോത്തിന് അത് അവിടെ ബാസ്ക്കറ്റിൻ്റെ എടുത്തെത്തിയിട്ടുണ്ട്. ഈ തുണികളൊക്കെ വലിക്കും. ചിലപ്പോൾ അങ്ങനെ വലിക്കൂല കേട്ടോ. ചിലപ്പോൾ ഫുള്ളായിട്ട് വലിച്ചങ്ങനെ കൊണ്ടുപോയിടും. ഓരോന്ന് കൊണ്ടുപോയിടും. അതാണ് ഓളെ പണി. പിന്നെ വേറെ എന്തെങ്കിലും ടോയ്സുകളൊക്കെ ഉണ്ട് ഫുള്ള് വലിച്ചും. ചില സമയത്ത് ചിലപ്പോൾ ടോയ്സ് ഒന്നും വേണ്ടി വരില്ല. അപ്പം അതേ പോണു. ഇങ്ങോട്ടാണ് അവൻ പാത്ത് പോണേ. അതാ പോയി സിറ്റൗട്ട് കുത്തിരക്കാണ്. ഒരു ഉപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോള്. അങ്ങനെ നമുക്ക് വിറകൊക്കെ കൊണ്ടുപോകുന്നേ. അപ്പം അതൊക്കെ കുറച്ചൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ അടുക്കാനുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പണികളൊന്നും നമ്മളത് കഴിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ ആകുമ്പോൾ മക്കളൊക്കെ പറഞ്ഞയക്കണം. പോക്കും കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ പിന്നെ ഓളതൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കും. കുറച്ച് നേരം ഇങ്ങനെ കളിക്കും ചിലപ്പോൾ. ഇപ്പോൾ താഴ്ന്നൊരു വണ്ടിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. പുളാകെ പേടിച്ചു ഇങ്ങനെ നോക്കിയിരിക്കണം. ഓള് ഫോൺ വിളിക്കുകയാണ്. മമ്മ പപ്പ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ വിളിക്കുക. അതൊക്കെ ചില സമയത്ത് അങ്ങനെയൊക്കെ ഒരു കളി. അപ്പം അമ്മയ്ക്ക് നമ്മളെ പണി കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുക. രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും അവസ്ഥ ഇപ്പം തന്നെ ഇരിക്കാറ്. അവൻ നമ്മളെ വീഡിയോക്ക് ഫസ്റ്റായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്ന് ലൈക്കൊക്കെ തിരിയിട്ട് നമുക്ക്. അതേപോലെ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഉള്ള പരിപാടികൾ. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒക്കിന് ഫുഡൊക്കെ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്.